മൂന്നാമത്തെ ഒരു ചോദ്യം, സുന്നത്ത് നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ സുജൂദിൽ ദുആ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സുജൂദിൽ പറയപ്പെട്ട ദുആ അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് ഉത്തരം കിട്ടുന്നൊരു സ്ഥലമായിട്ട് നമ്മളെ പഠിപ്പിച്ചതാണ് സുജൂദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅമ്മർ റുകൂഉ ഫഅല്ലിമു ഫീഹി റബ്ബ്. നിങ്ങൾ റുകൂഇൽ അള്ളാഹുവിനെ തഅലീം ചെയ്യുക, തസ്ബീഹ് നടത്തുക. വഅമ്മ സുജൂദു ഫജ്തഹിദു ഫിദ്ദുആ. നിങ്ങൾ സുജൂദിൽ ദുആ ചെയ്യാൻ പരിശ്രമിക്കുക. കാരണം ഫഖമിനുൻ അയ്യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും യോജിച്ച സ്ഥലം അത് സുജൂദാണ്. വേറെ റിവായത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദു. ഒരടിമ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്നത് ആ അടിമ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഫഅക്സിറു അദ്ദുആ, സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കുക. അപ്പം ദുആക്ക് ഉത്തരം കിട്ടുന്നൊരു സ്ഥലമാണ് സുജൂദ്. ആ സുജൂദ് നിസ്കാരത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരം എന്നാണോ അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരമോ എന്ന് വേർതിരിവ് കാണിച്ചിട്ടില്ല. ഫർള് നിസ്കാരത്തിലും സുജൂദിൽ ദുആ ചെയ്യാം, സുന്നത്ത് നിസ്കാരത്തിലും സുജൂദിൽ ദുആ ചെയ്യാം. അതാണ് അതിൻ്റെ ഇത്. വേറൊരു കാര്യം, ഇനി ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അറബി അറിയാത്ത ഒരാൾ തൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ ഭാഷയിൽ, അവനറിയാവുന്ന മലയാളത്തിലോ വ്യാരിയിലോ അവനറിയാവുന്ന ഭാഷയിൽ സുജൂദിൽ ദുആ ചെയ്യാൻ പറ്റുമോ? അഥവാ ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും രണ്ട് വേർതിരിവില്ല. പണ്ഡിതന്മാരുടെ ഫത്വകൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അറബി അറിയാത്ത ഒരാൾ, അറബി മനപ്പാഠം പഠിച്ച് അത് പറയാൻ കഴിയാത്തൊരാൾക്ക് തൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആയിലൂടെ ചോദിക്കുന്നത് അവൻ്റെ ഭാഷയിലാകുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. അഥവാ മലയാളത്തിലാണെങ്കിലും ദുആ ചെയ്യാം, വ്യാരിയിലാണെങ്കിലും സുജൂദിൽ ദുആ ചെയ്യാം. ഫർള് നിസ്കാരത്തിലും ചെയ്യാം, സുന്നത്ത് നിസ്കാരത്തിലും ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പഠിപ്പിച്ച ദുആ പറയലാണ് അള്ളാഹുവിനോടുള്ള അദബ്. കാരണം അള്ളാഹുവിനോട് ചോദിക്കുമ്പം ആ വാക്കുകളും ആ രീതിയും ഏറ്റവും ചോദിക്കാൻ പറ്റിയ രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉള്ളത്. അപ്പോൾ അത് ഹിഫ്ളാക്കി, അത് മനഃപ്പാഠമാക്കി, അത് അതേപോലെ പറയലാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് സാധിക്കാത്തൊരാൾ, അറബി ഇങ്ങനെ മനഃപ്പാഠം പറഞ്ഞ് ചെല്ലുമ്പോൾ അത് തെറ്റിപ്പോകും, അതിനർത്ഥം മാറിപ്പോകും എന്ന് പേടിയുള്ള ഒരാൾ തൻ്റെതായ ഭാഷയിൽ ദുആ ആ രീതിയിൽ തന്നെ അവൻ്റെ ഭാഷയിൽ മലയാളത്തിലോ വ്യാരിയിലോ സുജൂദിൽ ദുആ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല, അത് അനുവദിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ആ ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا